പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേ ദിവസം ദാനിയേൽ 9:19 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുത്. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോയുടെ നാമം വഹിക്കുന്ന ജനത്തെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളോടും ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. വചനത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് ചോദിക്കുവാനായിട്ട് സാധിക്കണം, എൻ്റെ പൊന്നു തമ്പുരാനെ, അവിടുന്ന് ശ്രവിക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന്, എൻ്റെ യാചനകൾക്ക് നീ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് പറയുവാൻ സാധിക്കണം, കർത്താവേ എൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ എന്ന്. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് നീ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഈശോയെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈശോയെ വിളിച്ചപേക്ഷിക്കുവാൻ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ആ നാമം വഹിക്കുന്ന നമ്മളുടെ മേൽ അവിടുത്തെ കരുണയും സ്നേഹവും സദാ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയോട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഈശോയോട് പറയുവാൻ സാധിക്കണം, ഈശോയെ, നിൻ്റെ നാമം വഹിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയോട് കൂടെ ആയിരിക്കുവാൻ, ഈശോയിൽ ജീവിക്കുവാൻ, ഈശോയിൽ വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.